The sun is the center of the solar system. Earth is the third planet. ടീച്ചർ, ഞാൻ സ്കൂളിൽ ചേരാൻ വന്നതാ. ചേർന്നോട്ടെ? നീ ഏതാ കുട്ടി? അമ്മു. അമ്മു? പ്രസന്റ് ടീച്ചർ. ഇന്ന് എന്നെ സ്കൂളിൽ ചേർക്കണം പ്ലീസ് ടീച്ചർ. അടി വേണോ നിനക്ക്? പൊയ്ക്കോ. ഇല്ല, ഞാൻ പോവില്ല. നിനക്കൊന്ന് കൊള്ളണം. Where is she? അറിയില്ല ടീച്ചർ. എവിടെ പോയി ചോദിച്ചത്? പോയി ടീച്ചർ. Let us continue. How many planets are there in our solar system? അറിയാവുന്നൊരു കൈ പൊക്കൂ. A B C D E F G H I J K L M N O P P Q R നീ ഇതുവരെ പോയില്ല അല്ലേ? നിന്നെ ഇന്ന് ഞാൻ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. വാടാപ്പൻ, എന്താ ഇവിടെ ബഹളം? സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞ് ഈ കുട്ടി ക്ലാസ്സിൽ കയറി വന്ന് ബഹളം വെക്കാം. മാഡം, കുട്ടി നീ ഏതാ? ഞാൻ അമ്മുവാ. അമ്മോ? നിന്റെ വീട് എവിടെയാ? മാഡം, ഇത് കാരുപറമ്പിൽ സണ്ണിച്ചായന്റെ മോളാ. എന്റെ വീടിനടുത്തുള്ളതാ. ആണോ? നീ ചെന്ന് അയാളെ വിളിച്ചോണ്ട് വാ. ആ. ബ്രേക്കില്ല. എല്ലാരും മാറിക്കോ, ഇത് ഞാൻ താഴെ ഇടും. എല്ലാരും മാറിക്കോ, മാറാൻ. ഇത് താഴെ ഇടും ഞാൻ. അത് ഇത്തിരി വിലയുള്ളതാ. മര്യാദയ്ക്ക് അതിങ്ങോട്ട് തന്നിട്ട് എന്റെ മേശപ്പുറത്തുനിന്ന് ഇറങ്ങിക്കേ. ഇല്ലെങ്കിൽ അടിച്ചാൽ ചണ്ടി പൊട്ടിക്കും. അടിക്കോ അടിക്കോ എന്നെ ഞാൻ ഈ താഴെ ഇടും. ഓ നോ, അടിക്കില്ല അടിക്കില്ല. എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറ. അമ്മോ, താഴെ ഇറങ്ങ്, കൊന്നുകളയും ഞാൻ. എന്നെ വല്ലതും ചെയ്തെടുത്ത് എറിയും ഞാൻ. അന്ന് എന്റെ അവസാനമായിരിക്കും. ഇറങ്ങി താഴെ. അടിച്ചു പോം. പ്ലീസ് സ്റ്റോപ്പ്. നോ, അല്ല ടീച്ചർ, ദിസ് ട്രബിൾ ഗേൾ, ബാഡ് ക്യാരക്ടർ. സോറി. മതി മതി, മലയാളത്തിൽ പറഞ്ഞാ മതി. ഇത് നിങ്ങളുടെ കുട്ടിയല്ലേ? യെസ്. അല്ല നോ, അല്ല അതെ. അവളെന്താ സ്കൂളിൽ ചേർക്കാത്തത്? അവൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. 3? അതെ, 3 വയസ്സേ ഉള്ളൂ. മാഡത്തിന് വിശ്വാസം വരുന്നില്ലല്ലേ? സത്യം. ഇവളെ കണ്ടാ 10 ദിവസം ഒന്നിക്കും, സംസാരിക്കുമ്പോ 30. കാരണം ഞാൻ ഇവൾക്ക് എന്നും രാവിലെ കൂവരക് കലക്കി കൊടുക്കും. അതുകൊണ്ടാണ്. താൻ എന്തോ കലക്കി കൊടു. വാചം അടിക്കാതെ അതൊന്നും മേടിച്ചതാ. ഫാദർ മുതുകുന്ന റോമിന്ന് കൊണ്ടുവന്ന് തന്നതാ. ആണോ? റോമിന്ന് കൊണ്ടുവന്നാണോ? മാഡം സമാധാനിക്കണം, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ പുന്നാര മുത്തല്ലേ, അതിങ്ങി താ. പപ്പ പി മേടിച്ചു തരാം. ഗുലാബ് ജാം മേടിച്ചു തരാം. ഗുലാബ് ജാം അതൊന്നും എനിക്ക് വേണ്ട. എന്നെ സ്കൂളിൽ ചേർക്കാന്ന് പറ. ചേർക്കാം. സത്യം? അയ്യോ, അത് താഴെ ഇടല്ലേ. ഞാൻ തലേ തൊട്ട് സത്യം ചെയ്യാം. സത്യം, സ്കൂളിൽ ചേർക്കാം. ഇതാ. എന്നാ ഇതാ. നല്ല മോള്. മാഡം, കുഞ്ഞുങ്ങളെ മെരുക്കുന്നതിന് ഒരു നാക്ക് വേണം. അവരടിച്ചുകളെയും കൊന്നുകളെയും പറയാൻ പാടില്ല. അതാണ് സൈക്കോളജി. ആ കാര്യത്തിൽ ഞാനൊരു മിടുക്കനാ. ഒരിക്കലും അവൾ വീടിന്റെ കൂരപ്പുറത്ത് കയറി താഴോട്ട് ചാടും പറഞ്ഞു പേടിപ്പിച്ചു. ഞാൻ കുലുങ്ങിയില്ല. മോളെന്ന് വിളിച്ച് ഞാൻ 2 കൈയും നീട്ടി. ഇറങ്ങി പോണോ അവിടുന്ന്? സെലീനെ, എടി സെലീനെ. അമ്മു. മമ്മ, എന്താ അമ്മു, നീ എവിടായിരുന്നു? ഞാൻ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങിയതാ. ആ സ്കൂള് തവിട് പൊടിയാക്കി ഈ സാധനം. എന്താ അമ്മു? ഞാൻ പഠിക്കാൻ പോയതാ. നിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇച്ചായ, അവള് മനഃപൂർവ്വം അല്ലല്ലോ. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാണുമ്പോ അവൾക്കും ആഗ്രഹം തോന്നൂലേ? അങ്ങനെ ഇവളുടെ ആഗ്രഹത്തിന് തുള്ളാൻ നിന്നാലേ നമ്മുടെ കട പൂട്ടിപ്പോവും. അധികം കരുതൽ ഇവളുടെ പേർക്ക് ഇനി വേണ്ട. നിന്നെ ഞാൻ കോളേജിൽ ചേർക്കാം. ഓ, ആ സ്വാമി വന്നു. സുഖാണല്ലോ സ്വാമി? പരമസുഖം. തന്നെ അങ്ങോട്ട് കാണാത്തോണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാ. നല്ലത്. എത്തിക്കാനുള്ള കാശ് ഉടനെ എത്തിക്കാൻ നമ്മൾ പോയേക്കാം. അല്ല, അതെ, ഈ ചെക്കുകൾ ബാങ്കിൽ കൊടുത്തപ്പോ പണമില്ലെന്നും പറഞ്ഞ് അവര് തിരികെ തന്നു. ബാങ്കിൽ പോലും കാശില്ലാത്തപ്പോ പിന്നെ ഞങ്ങളുടെ എവിടുന്ന കാശ്? അല്ലേ ചേട്ടാ? അല്ല സ്വാമി. തെമ്മാടിത്തരം പറയുന്നതിനൊരു അതിലുണ്ട്. ചണ്ടാണ്. ഇനി ഒരു സമാധാനം നമുക്ക് കേൾക്കണ്ട. എനിക്ക് കിട്ടാനുള്ള മുതലും പലിശയും ചേർത്ത് 67,385 രൂപ ഉടനെ കിട്ടണം. ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് എത്തി കിടക്കും. സ്വാമി, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണം. തുണി ഉടുത്തതിനല്ല, കൊടുത്തതിന്റെ കുറച്ച് കാശ് വരാനുണ്ട്. എത്ര ഉലുവ? 2,25,300. അല്ലേ സെലീനെ? അയ്യടാ, 3-4 അടിപ്പാവാടയും 2-3 ചെട്ടി അടിച്ചു കൊടുത്തതിന് തന്റെ 2,25,000 ഉലുവ. എനിക്കൊന്നും അറിയണ്ട. ചേറ്റ ഏർപ്പാടായി പോയി. ഞാൻ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാണ്ട് നിന്നാണല്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ സ്വാമി. കുറച്ചു ദിവസം കൂടി ക്ഷമിക്കണം. അമ്മുന്റെ കേസ് വിധിയായാൽ ഉടനെ കാശ് കിട്ടും. തവേന്ന് ഞാൻ രൂപ ഇവിടെ എത്തിക്കും.
താൻ ഇനി ഒരിക്കലും ഒഴിവ് കഴിവ് പറയാത്ത രീതിയിൽ ആ. വേണ്ട ഏർപ്പാട് നാം ഉണ്ടാക്കിക്കോളാം. ഗർദ്ദഭ. ഏ? ഗർഭഭ. ദേ പിന്നെ ആ. വക്കീൽ ഓഫീസിൽ നിന്ന് ഗുമസ്തം വന്നിരുന്നു. ഓ. നാളെ വിസ്താരം ഉള്ളതുകൊണ്ട് തീർച്ചയായും അമ്മൂനെയും കൂട്ടി അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ഉം. പറഞ്ഞ പോലെ ചെയ്തോണം. ആ. നമസ്കാരം വക്കീൽ അങ്കിൾ. എന്താ ഒരു പുതിയ നമസ്കാരം? അങ്കിളിനെ കണ്ടുടനെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ശരിപ്പെടുത്തി കളയുന്നു പാപ്പ പറഞ്ഞു. അത് മോളെ ഒന്ന് സ്മാർട്ട് ആക്കാൻ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് കിടുങ്ങി. കുഴപ്പം വല്ലതും? ഏയ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആ. നാളത്തെ വിസ്താരത്തിൽ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. അതൊന്നും ഓർമ്മിപ്പിക്കാനാ. അതേ തന്നെ ഏറ്റു. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ട തുകയ്ക്ക് വിധി ഉണ്ടായില്ലെങ്കിൽ ഞാൻ വീണ്ടും മുങ്ങേണ്ടി വരും. 6 ലക്ഷം രൂപയാണ് നമ്മൾ ആകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ. അത്രയും കിട്ടിയില്ലെങ്കിലും 4 ലക്ഷം ഉറപ്പാ. അത് പോരെ? ഓ അത് മതി, ധാരാളം മതി. ആ പിന്നെ വിസ്താരത്തില് ഇവള് പറയുന്ന മറുപടിയൊക്കെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങള്. വക്കീല് പറഞ്ഞു തന്ന പോലൊക്കെ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. സംശയമുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്ക്. അമ്മൂട്ടെ, വക്കീലങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പപ്പ പറഞ്ഞു തന്ന പോലെ നല്ല മണിയായിട്ട് മറുപടി പറയണം. ചോദിക്കേ. ആ അമ്മുട്ടിയോട് മോള് സുഖമില്ലാതെ കുറെ നാൾ ആസ്പത്രിയിൽ കിടന്നിരുന്നോ എന്ന് ചോദിച്ചാ മോൾ എന്തു പറയും? കിടന്നില്ലാന്ന് പറയും. ഉം. കിടന്നിട്ടുണ്ടെന്ന് പറയണമെന്നല്ലേ പപ്പ പറഞ്ഞത്? അതെ. പിന്നെ എന്താടി തെറ്റിച്ചേ? ആ? ഈ നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാ മോൾ എന്തു പറയും? പപ്പ ഇപ്പൊ ഇരിക്കല്ലേ, നിക്കല്ലോ. എടോ സന്നിധ ആകെ കുഴക്കുന്ന ലക്ഷണമാ. ശരിയാക്കാം സാർ. ഇവിടെ കാര്യം ഞാൻ മോടെ പപ്പയല്ല, മോള് താമസിക്കുന്ന വീട്ടിലെ ഗുലാബ് ജാം. ഗുലാബ് ജാമോ? അത് മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണ് സാർ. ആ എന്നാ ഇനി പറയൂ, ഈ നിൽക്കുന്നത് അമ്മുന്റെ ആരാ? ഞാൻ താമസിക്കുന്ന വീട്ടിലെ അങ്കിൾ. ആ. ശരിയല്ലേ പപ്പ? ഓ ശരി ശരി. മിടുക്കി. സണ്ണി ഓ ട്രെയിനിങ് പോരാ. ശ്രമിച്ചു നോക്കാം വക്കീലെ. ഇവളെ 1 വർഷം ആശുപത്രിയിൽ കിടത്തിയതാണല്ലോ. അതിന്റെ ബില്ലുകളൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഈ സത്യനാഥനെ കുറിച്ച് താൻ എന്ത് വിചാരിച്ചു? താൻ ധൈര്യമായിട്ട് ഇരിക്കടോ. ആ. ഇനി നമുക്ക് കോടതിയിൽ കാണാം. ആ. എക്സ്ക്യൂസ് മീ, ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ കേസ് നിലയ്ക്ക് ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ അറിയാനുണ്ട്. സോറി, ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ദയവായി സഹകരിക്കണം സാർ. പ്ലീസ് വരൂ. സർ പ്ലീസ്. ഐ എം സോറി. ഒന്ന് പറയണം സർ. ഞാൻ പറഞ്ഞു. Please, sir. സർ പ്ലീസ്. Sir, ഒന്ന് പറഞ്ഞിട്ട് പോ, sir. എല്ലാരും ഒന്ന് മാറിക്ക്. പ്ലീസ് ഇങ്ങേക്ക്. സാർ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്നേ. സാർ, ആദ്യത്തെ പോലെ ഇത്തവണ നിങ്ങൾക്കെതിരെ വിധിയുണ്ടായി ഈ കുട്ടി എന്ത് ചെയ്യും? അനിയത്തി, ഉണ്ട പൊട്ടുന്നതിന് മുമ്പ് ശവപ്പെട്ടി തീർക്കല്ലേ. ഉണ്ട ചീറ്റിപ്പോയാൽ ശവപ്പെട്ടി അരിപ്പെട്ടിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അഥവാ ഉണ്ട പൊട്ടിയാൽ? ഉണ്ട പൊട്ടാതിരിക്കാനാണ് കാശ് കൊടുത്ത് വക്കീലിനെ വെച്ചിരിക്കുന്നത്. സത്യനാഥൻ. ചുമ്മാ ഇരിക്കേ. യെസ് പ്രൊസീഡ്. മിസ്റ്റർ വിജയകുമാർ. യെസ്. താങ്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷമായി. വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാണ് നിങ്ങൾക്ക്, അതായത് വിജയകുമാർ ശശികല ദമ്പതികൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് മനസ്സിലായത്? 2 വർഷം കഴിഞ്ഞപ്പോഴാണ്. ഓമനിക്കാനും ലാളിക്കാനും ഒരു കുഞ്ഞു വേണം എന്ന നിങ്ങളുടെ ഇരുവരുടെയും ആഗ്രഹമാണ് ഇതുപോലൊരു തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. യെസ്. ഈ സാഹചര്യത്തിൽ സാധാരണ പോലെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാതെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ഈ മാർഗം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം താങ്കളൊന്ന് വിശദീകരിക്കാമോ? വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ മഹേന്ദ്ര ടീ കമ്പനിയിൽ സൂപ്രണ്ടായിരുന്ന എനിക്ക് അവരുടെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി. ഞാനും ശശികലയും അങ്ങോട്ട് താമസം മാറ്റി. ഒരു 3-4 ദിവസത്തിനകം ശശികലയ്ക്ക് പനി വന്നപ്പോ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോയി. കലയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, കുട്ടികളില്ലാത്തതിന്റെ വിഷമമായിരിക്കും. അതുകൊണ്ട് പ്രസിദ്ധനായ ഡോക്ടർ ഉണ്ണിത്താനുമായി കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഡോക്ടർ ഉണ്ണിത്താനെ കാണാൻ പോയി. ഇറങ്ങാം. ഭാഗ്യം, വേറെ പേഷ്യൻസ് ആരും ഇല്ലാന്ന് തോന്നുന്നു.
ഡോക്ടർ ഉണ്ണിത്താനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഐ എം വിജയകുമാർ. ഇതെന്റെ മിസ്സിസ്. പ്ലീസ് കം. നാടെവിടെയാ? തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ അമ്പലത്തിനടുത്താണോ? അതെ. അവിടെയൊക്കെ അറിയോ? പിന്നെ വീട്ടുപേരെന്ത് പറയും? പുത്തന്മാരാത്ത്. ഓ, പുത്തന്മാരാത്ത് ശ്രീദേവിയുടെ അനിയത്തിയാ ശശികല. ഈശ്വര, കുട്ടി ചെറുതായിരുന്നപ്പോ ഞാൻ കണ്ടതാ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ കുട്ടിയുടെ ലീലമ്മയുടെ നാത്തൂന്റെ മോളാ. പേര് പ്രിയ. അല്ല, വിജയകുമാറിന്റെ വീട് എവിടായിട്ട് വരും? ഡോക്ടറെ ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ശശിയുടെ ആള് നല്ല രസികനാണല്ലോ. വരൂ, ഡോക്ടർ കുളിക്കുക. നമുക്ക് അകത്തിന് സംസാരിക്കാം. വാ. വരൂ, ഇരിക്കൂ. കാപ്പി എടുക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാ വന്നത്. അതൊന്നും സാരമില്ല, ഒരു കപ്പ് കാപ്പി കഴിക്കാം. മതി. അയ്യോ, മധുരമില്ലേ? ഇല്ല. സോറി കേട്ടോ, ഡോക്ടർ കൊടുക്കാൻ എടുത്തു വെച്ചതാ. ഇപ്പൊ വരാം. പുള്ളി ഡോക്ടറാണോ രോഗിയാണോ? അയ്യോ, ഒന്ന് മിണ്ടാതിരിക്കാമോ? അയ്യോ, ഇതെന്താ? പേടിക്കണ്ട, ഇത് നിങ്ങൾക്കല്ല, ഡോക്ടർക്കാ. പുള്ളിക്കാരന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അല്ലറ ചില്ലറ രോഗങ്ങളൊക്കെ ഉണ്ടേ. ദാ വന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ദേ, ഈ കുട്ടി എന്റെ അമ്മായിന്റെ നാത്തൂന്റെ മോൾ. മനസ്സിലായി. അയൽവക്കത്ത് അരിക്കച്ചവടം നടത്തുന്ന ആരോ ഒരാളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട കുട്ടിയല്ലേ? അല്ല, എന്റെ അമ്മായിയുടെ നാത്തൂന്റെ മോള് തന്നെയാ. അതെയോ? ആ. എടോ, ഒന്ന് ഇരിക്കണോ, ഇരിക്കേ. ആ, നീ ആ പുല്ല് മക്കളൊന്നും നിർത്തിച്ചേ. എന്താ ചെയ്യ? ആ, പിന്നെ ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എല്ലാ ഇതിലുണ്ട്. ഇതല്ല ഫയല്. മെഡിക്കൽ റിപ്പോർട്ടിൽ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പോഴെന്താ പ്രശ്നം? അടിവയറ്റിൽ കൂടെ കൂടെ വേദന ഉണ്ടാകാറുണ്ടെന്നാ പറയുന്നത്. അടിവയറ്റ് വേദന ഉണ്ടെങ്കിൽ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടിച്ചു പിഴിഞ്ഞ്. പ്രമേഹം ഉണ്ടോ കുട്ടിക്ക്? ഇല്ല. ആ, അപ്പൊ പഞ്ചസാര ചേർത്ത് കഴിച്ചാ മതി. പ്രിയേ, ആ? നിനക്ക് അടിവയറ്റിൽ വേദനയുണ്ടാ? ഇല്ല. എന്നാ മിണ്ടായിരിക്കോട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. കുട്ടികൾ ഇല്ല. ഇപ്പൊ വേണ്ടാന്നോ അതോ? അല്ല, ഷീസ് അൺഫിറ്റ് ടു ക്യാരി. 1-2 സ്ഥലത്ത് ചെക്കപ്പ് നടത്തി. റിസൾട്ട് ഒന്ന് തന്നെയായിരുന്നു. ശശികലയ്ക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല. സാരില്ല, നാളെ രാവിലെ 2 ആളും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരൂ. നമുക്കൊരു തറോ ചെക്കപ്പ് നടത്താം. ശരി ഡോക്ടർ. ഇരിക്കെ. മിസ്റ്റർ വിജയ്, എ ഹാപ്പി ന്യൂസ് ഫോർ യു. എന്താ ഡോക്ടർ? നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. നിങ്ങൾ 2 പേരും അതിന് യോഗ്യരാണ്. ഡോക്ടർ, ഉണ്ടാവിടോ. ഈ ആഗ്രഹം സഫലമാവാൻ 3-മതൊരാളുടെ സഹായം വേണ്ടിവരും. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ശശികലയുടെ ഗർഭപാത്രത്തിന് മാത്രമേ തകരാറുള്ളൂ. വൈദ്യശാസ്ത്രം ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഈ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽ ജനിച്ചൊരു കുട്ടിയെ തന്നെ വളർത്താൻ കഴിയും. അതായത് നിങ്ങളുടെ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളർന്നു എന്ന ഒരു സത്യമൊഴിച്ചാൽ അത് 100% നിങ്ങളുടെ കുഞ്ഞ് തന്നെയായിരിക്കും. എന്നുവെച്ചാൽ? യെസ്, എ ടെസ്റ്റ് ട്യൂബ് ബേബി. അതിനു വേണ്ട എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളും ഈ ആശുപത്രിയിലുണ്ട്. പക്ഷേ ഏതെങ്കിലും സ്ത്രീ അതിന് തയ്യാറാവോ? അതിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. പിന്നെ ഇത് ആദ്യമായി നടക്കുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ ഈ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞ് പ്രസവിച്ച സ്ത്രീ കുഞ്ഞിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് വന്നാൽ? നോ, അങ്ങനെ സംഭവിക്കില്ല.
അത്തരത്തിലായിരിക്കും നമ്മൾ അവരുമായിട്ടുണ്ടാക്കുന്ന കരാർ. എന്തു പറയുന്നു? സ്വന്തം കുഞ്ഞു വേണമെന്നോ അതോ വേണ്ടെന്നോ? പെട്ടെന്നൊരു മറുപടി വേണ്ട. യു ടേക്ക് യുവർ ഓൺ ടൈം. മക്കളെ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞേക്കും. വിജയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, ഡോക്ടറോട് എന്താ പറയേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അതുകൊള്ളാം. ഇതിൽ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എങ്ങനെ എടുക്കും? എന്നാൽ എന്നെ കൂടി ആ ആലോചനയിൽ കൂട്ടിക്കൂടെ? ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നിയെങ്കിലും അതിന്റെ ഒരു രീതിയെക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്കെന്തോ. എന്നാ വേണ്ട, വിജയേട്ടൻ പറയാറുള്ളത് പോലെ എന്റെ കുഞ്ഞു വിജയേട്ടനും വിജയേട്ടന്റെ കുഞ്ഞു ഞാനും പോരെ? മതിയല്ലേ? എങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ലാളിക്കാൻ ഒരു കുഞ്ഞുണ്ടെങ്കിൽ. അതും ശരിയാണ്. എന്നാലും ഒരു കുഞ്ഞു വന്നാൽ ശശിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞാലോ? ശരിയാ, എന്നാ വേണ്ട. വാ. നോക്കി നോക്കി. നമുക്ക് ഡോക്ടർ പറഞ്ഞതങ്ങ് സമ്മതിക്കാവല്ലേ? അപ്പോൾ താങ്കളുടെയും ഭാര്യയുടെയും പരിപൂർണ സമ്മതത്തോടും അറിവോടും കൂടെയാണ് ഡോക്ടർ ഉണ്ണിത്താൻ ഈ ടെസ്റ്റ് ട്യൂബ് ബേബിയുടെ ജനനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. യെസ്. ദാറ്റ് ഈസ് ഓൾ യുവർ ഓണർ. ഇനി തുടർന്നുള്ള സത്യങ്ങൾ കോടതി മുമ്പാകെ വ്യക്തമാക്കാൻ ഈ വൈദ്യശാസ്ത്ര പരീക്ഷണത്തിന്റെ പ്രധാന കണ്ണിയായ ഡോക്ടർ ഉണ്ണിത്താനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ, ഡോക്ടർ ശ്രീകുമാരൻ ഉണ്ണിത്താൻ. ഡോക്ടർ ഉണ്ണിത്താൻ ഹാജരില്ലാത്തതിനാൽ കോടതി ഈ കേസ് 25-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഈ പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എഴുതുന്ന വാർത്തകൾ വായിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവുക. അവരെങ്ങനെ എഴുതാതിരിക്കുന്നത്? നാട്ടിൽ സാധാരണ നടക്കുന്ന കാര്യമല്ലോ ആണോ ഇത്? പത്രക്കാരെ എഴുതുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചതൊക്കെ വിശദമായി തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതാണല്ലോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ സംസാരം നിനക്കിപ്പോ പിടിക്കുന്നില്ല അല്ലേ? എടാ, ഈ പാരമ്പര്യം തറവാടിത്തം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിന്നെ പോലെയുള്ളവന്മാർക്ക് ചവിട്ടി തേച്ച് എളുപ്പം കളയാൻ നോക്കും. പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് കഴിയില്ല. ഞാൻ എന്ത് മഹാപാപം ചെയ്തെന്നാണ് അച്ഛൻ പറയുന്നത്? അതൊക്കെ ഞാൻ ഇനി വീണ്ടും കൊട്ടിക്കൊണ്ടിരിക്കണോ? ഒരു പരീക്ഷണം. പരീക്ഷണത്തിന് വന്നികളായി നിങ്ങളെ മാത്രമേ കിട്ടിയല്ലോ ഡോക്ടർക്ക്. അത് ഞാൻ ഡോക്ടറിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് സമ്മതം മൂളിയവര് ഇവിടെ ഒന്നും അറിഞ്ഞൂടാതെ കയ്യും കയ്യും നിപ്പോണ്ടല്ലോ. അമ്മ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഓ, ഭാര്യയെ പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ചങ്ക് പറഞ്ഞു പോയി. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയുന്നേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. വിധി എതിരായി വന്ന് ആ കലികാല സന്ധ്യയെ ഇങ്ങോട്ടെങ്ങാൻ കെട്ടിയെടുക്കേണ്ടി വന്നാൽ അതോടെ തീർന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് വിഷം വാങ്ങിച്ചു തന്നാ മതി. അച്ഛാ, എന്തൊക്കെ ഈ പറയണേ? നീ മിണ്ടായിരിക്കടി. എല്ലാത്തിനും അവനെ കോലം നുടിച്ച് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ ആ വാക്ക് കേട്ടതുള്ള ഇവർ നിന്നു കൊടുത്തിട്ടല്ലേ. വെറുതെ എന്തിനാ ഈ തർക്കം? വിധി നമുക്ക് അനുകൂലമായിരിക്കും. അത് വിധി വന്നിട്ട് തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല, നമ്മൾ ജയിക്കും. ഏതോ ഒരു കക്ഷിയുടെ കേസ് പോലെയല്ലോ ഇത്. എന്റെ സ്വന്തം കേസ് പോലെയാ. എനിക്ക് നല്ല ഉറപ്പാ. വിജയ, ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. ആഹാ, ഇവിടെ നിൽക്കുകയാണോ? ഞാൻ തന്നെ എവിടെയൊക്കെ തിരക്കുന്നറിയോ? അമ്മന്റെ കാര്യങ്ങള് നമ്മള് തീരുമാനിച്ച പോരെ? വിജയേട്ടൻ എന്താ അത് പറയാത്തത്? പ്രായമായ ആൾക്കാരല്ലേ, അവര് പറയുന്ന ഒന്നും കേട്ട് താൻ വിഷമിക്കണ്ട.
ഉം.